ലേഡീസ് സെവൻ്റെ ഫെങ്ഷു സെഗ്മെൻറ്റിലേക്ക് സ്വാഗതം. ഫെങ്ഷുവിനെ കുറിച്ചുള്ള സംശയങ്ങൾക്ക് മറുപടി പറയാനായി തേജസ് ഫെങ്ഷു ഡയറക്ടർ ഡോക്ടർ ഷാജി കെ നായരെ സ്വാഗതം ചെയ്യുന്നു. സ്വാഗതം സർ. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ സംസാരിച്ചത് പൂജാമുറിയെക്കുറിച്ചാണ്. ഇപ്രാവശ്യം വീടിന് പുറത്ത് എന്തൊക്കെ ചെയ്യണം, കിണർ എവിടെ വരണം, കക്കൂസ് എവിടെ വരണം, അപ്പോൾ അതിനെക്കുറിച്ചുള്ളൊക്കെ പറയാം. അല്ല, അതിനകത്ത് നമുക്ക് വളരെ നല്ലൊരു ചോദ്യമാണ്. കാരണം വെച്ചാൽ വീടിൻ്റെ ഉള്ളിൽ മാത്രമല്ല ഫെങ്ഷുയുടെ ലാൻഡ്സ്കേപ്പ് ഫെങ്ഷു എന്ന് പറയുന്ന ഒരു സിസ്റ്റം നമുക്ക് ഫെങ്ഷുയിലുണ്ട്. അത് നമുക്ക് അതിനെക്കുറിച്ച് നമുക്കൊന്ന് നോക്കാം. വീടിൻ്റെ കിഴക്ക് ഭാഗം, ഒരു വീടിൻ്റെ കിഴക്ക് ഭാഗത്ത് എന്തൊക്കെയാണ്, അത് ഇന്ത്യൻ വാസ്തു അനുസരിച്ച് എന്ത് വേണം, ഫെങ്ഷു മുഖേന എങ്ങനെ വേണം എന്നുള്ള കാര്യം വിശദമായിട്ട് പറഞ്ഞുതരാം. ഇന്ത്യൻ വാസ്തു അനുസരിച്ചാണെങ്കിൽ ഒരു വീടിൽ ഏറ്റവും കൂടുതൽ സ്പേസ് വേണ്ടത് കിഴക്കും വടക്കുമാണ്. തെക്കും പടിഞ്ഞാറ് സ്പേസ് അല്പം കുറച്ച് മതി. ഇന്ത്യൻ വാസ്തു അനുസരിച്ച് സെറ്റ് ചെയ്യുമ്പോൾ നമുക്കങ്ങനെ ഫെങ്ഷു മുഖേന നമുക്ക് ഏകദേശമൊക്കെ അത് ആ രൂപത്തിൽ തന്നെയാണ് നമ്മൾ സെറ്റ് ചെയ്യുന്നതെങ്കിലും എപ്പോഴും നമ്മൾ കിഴക്ക് ഭാഗത്ത് സ്പേസ് കൂടുതൽ, അത് മുറ്റമൊക്കെ കൂടുതലിട്ടുള്ള വീടാണ് ഏറ്റവും നല്ല. കിഴക്ക് ഭാഗത്ത് മറയൊന്നും പാടില്ല. കാരണം നല്ല ചൈതന്യം സൂര്യ ഉദിക്കുന്ന സമയത്ത് കിട്ടുന്ന നല്ല ചൈതന്യം വീട്ടിൻ്റെ ഉള്ളിലോട്ട് കടന്നു വരുവാൻ വേണ്ടിയാണ് കിഴക്ക് കൂടുതൽ സ്പേസ് വേണം നമ്മൾ പറയാറുള്ളത്. അപ്പോൾ അവിടെ നമ്മൾ വൃക്ഷങ്ങളൊക്കെ നടുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് അധികം വളർച്ചയുള്ള വൃക്ഷങ്ങളൊന്നും അവിടെ നടാൻ പാടില്ല. ചെടികൾ, അതായത് പച്ചക്കറി തോട്ടം ഈ കിഴക്ക് ഭാഗത്താണ്. കിഴക്ക് ഭാഗത്ത് പച്ചക്കറി തോട്ടം നമുക്ക് സെറ്റ് ചെയ്യാം. അതൊക്കെ വളരെ ചെറിയ ഈ എന്താ പറയുക, ഈ മുളക് കത്തി ഇങ്ങനെയൊക്കെയുള്ള ഐറ്റങ്ങളൊക്കെ നല്ല രീതിയിലുള്ള ഗാർഡൻ നമുക്ക് സെറ്റ് ചെയ്ത് വയ്ക്കാം വീടിൻ്റെ കിഴക്ക് ഭാഗത്ത്. കാരണം സൂര്യപ്രകാശം വീട്ടിലോട്ട് കടന്നു വരുന്നത് ബ്ലോക്ക് ചെയ്യാത്ത രീതിയിലുള്ള എന്ത് കൃഷി നമുക്ക് വീട്ടിൻ്റെ ഫ്രണ്ടിൽ ചെയ്യാം. ഫെങ്ഷു മുഖേന അവിടുത്തെ ധാതു എന്ന് പറയുന്നത് മരമാണ്, ചെറിയ മരമാണ്. അതുകൊണ്ടും നമുക്കിങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമുക്കവിടെ കൃഷി ചെയ്യുന്നത് കൊണ്ട് ഏറ്റവും നല്ലൊരു പോസിറ്റീവ് എനർജി നമുക്ക് കിട്ടും. അതേപോലെ തന്നെ ആ ഭാഗത്ത് ഈ കിഴക്ക് ഭാഗത്ത് കിണർ വരുന്ന പല വീടുകളും ഉണ്ട്. അപ്പോൾ കിഴക്ക് ഭാഗത്ത് കിണർ വരികയാണെങ്കിൽ ശ്രദ്ധിക്കേണ്ടത് വേദം ബ്ലോക്ക് ചെയ്യാതെ, അത് കറക്റ്റ് കണക്കുണ്ട്, അതനുസരിച്ച് ബ്ലോക്ക് ചെയ്യാത്ത രീതിയിൽ കിഴക്ക് കിണർ വരാം. കിഴക്ക് കിണർ വന്നു എന്ന് പറഞ്ഞുകൊണ്ട് വലിയ ദോഷങ്ങളൊന്നുമില്ല. ശരിക്കും പറഞ്ഞാൽ കിഴക്ക് വരേണ്ടത്, കിണർ വരേണ്ടത് ഈശാനുകോൺ, വടക്ക് കിഴക്ക് ഭാഗത്ത്. ആ ഈശാനുകോണിൽ ആ കോർണറിൽ നിന്നൊരു ചരട് പിടിച്ചു കഴിഞ്ഞാൽ ആ ചരട് ബ്രേക്ക് ചെയ്യാതെ ലെഫ്റ്റ് സൈഡിലോ റൈറ്റ് സൈഡിലോ ആണ് ശരിക്കുമുള്ള കിണറിൻ്റെ സ്ഥാനം. ഒരു പക്ഷേ അവിടെ വെള്ളം കിട്ടിയില്ല, അല്ലെങ്കിൽ പാറയോ മറ്റോ ഒക്കെ ആണെങ്കിൽ കിഴക്ക് ഭാഗത്ത് കിണറാവാൻ തെറ്റില്ല. അങ്ങനെ വയ്ക്കുന്ന വീടുകൾ ഒത്തിരിയുണ്ട്, അങ്ങനെ ചെയ്യാം. അതേപോലെ തന്നെ അടുത്ത തെക്ക് കിഴക്ക് ഭാഗത്തോട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ പോലും അവിടെ കിണർ വരാൻ പാടില്ല എന്ന് ഇന്ത്യൻ വാസ്തുവിൽ പറയുന്നുണ്ട്. കാരണം അവിടെ കിണർ വന്നു കഴിഞ്ഞാൽ വീട്ടുകൾക്ക്, സ്ത്രീകൾക്ക് ഒത്തിരി പ്രോബ്ലംസ് ഉണ്ടാവും. അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ അവിടെ പറയുന്നുണ്ട്. അവിടെയൊക്കെ നമ്മൾ എന്താ പറയുക, അല്പം വലിയ വലിയ മരങ്ങളൊക്കെ നമുക്ക് നട്ടു കഴിഞ്ഞാലും വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഫെങ്ഷു മുഖേന അവിടെ വലിയ മരമാണ് അവിടുത്തെ ധാതുവും. ഈ മഞ്ഞ മുള ഇങ്ങനെയുള്ള ഐറ്റങ്ങളൊക്കെ വീടിൻ്റെ തെക്ക് കിഴക്ക് ഭാഗത്തൊക്കെ നമുക്ക് നടാം. അവിടെ നട്ടു കഴിഞ്ഞാൽ നല്ലൊരു പോസിറ്റീവ് എഫക്റ്റ് അവിടെ ഉണ്ടാകും. അതേപോലെ തന്നെ വീടിൻ്റെ തെക്ക് ഭാഗത്ത് അധികം സ്പേസ് വേണ്ട. വീട്ടിൻ്റെ അവിടെ മുള നടാമോ? മുള നടുന്നത് വന്ന് തെക്ക് കിഴക്ക് ഭാഗത്ത് വേണം. അത് കഴിഞ്ഞാൽ തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് മുള നടാം. തെക്ക് പടിഞ്ഞാറ് ഈ പല ആൾക്കാർക്കും പറയാറുണ്ട്, തൊട്ട് ഫ്രണ്ടിലത്തെ വീട്ടിൽ ആയില്യം ആണെങ്കിൽ വീട്ടിൻ്റെ ഫ്രണ്ടിൽ കൊണ്ടുവന്നൊരു ആയില്യമുള, അതൊക്കെ ചുമ്മാ പറഞ്ഞത്. അതൊക്കെ ഒരു എന്താ പറയുക, ഒരു വിശ്വാസത്തിൻ്റെ പേരിൽ അത് ചെയ്യുന്നതാണ്. അങ്ങനെ നോക്കണ്ട. ഈ അല്ലിമുള നമുക്ക് ചെറിയ അല്ലി, അതിന് മുളയെന്നും അവിടെ കല്ലി എന്നാണ് പറയുന്നത്. ഇത് കൊണ്ടുവന്ന് നമുക്ക് വീടിൻ്റെ തെക്ക് കിഴക്ക് ഭാഗത്ത് നട്ടുന്ന സാമ്പത്തികത്തിൽ നല്ല ഒരു ഗ്രോത്ത് നമുക്കുണ്ടാകും. നല്ല രീതിയിൽ സാമ്പത്തികം വരുവാനൊരു ഫ്ലോ ഉണ്ടാവാൻ വീടിൻ്റെ തെക്ക് കിഴക്ക് ഭാഗത്തൊരു മുള നട്ട് കഴിഞ്ഞാൽ കുഴപ്പമില്ല. അതേപോലെ തന്നെ തെക്ക് ഭാഗത്ത് നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ അവിടെ കുറേ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ച് ചെയ്യണം. പല വീടുകളിൽ ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളത് തെക്ക് ഭാഗത്താണ് നമുക്ക് അതിൻ്റെ ടോയ്ലറ്റിൻ്റെ സെപ്റ്റിക് ടാങ്കൊക്കെ നമുക്ക് വന്നിട്ടുള്ളത് വീടിൻ്റെ തെക്ക് ഭാഗത്താണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ തെക്ക് ഭാഗത്ത് ഇങ്ങനെ ടാങ്കൊക്കെ വരുമ്പോൾ പല വാസ്തുപ്രകാരം തെക്കല്ലേ, അവിടെ നമുക്ക് ടാങ്ക് ഉണ്ടാക്കാം എന്ന് പറഞ്ഞിട്ട് ചെയ്യുന്ന വീട്ടിലുള്ള ആൾക്കാരുടെ പ്രശ്നമെന്ന് വെച്ചാൽ അവരുടെ എത്ര കഷ്ടപ്പെട്ട് കഴിഞ്ഞാലും അവരൊരു പർട്ടിക്കുലർ പോയിന്റിൽ എത്തത്തില്ല. ഒരു തടസ്സം നമുക്ക് അതിലുണ്ടായിക്കൊണ്ടിരിക്കും, ഒരു തടസ്സം. കാരണം നമ്മൾ എടുക്കുന്ന എഫേർട്ടിനനുസരിച്ചുള്ള റിസൾട്ടില്ല. അതേപോലെ തന്നെ പ്രശസ്തി നഷ്ടപ്പെടുന്നു. നമുക്ക് പല ആൾക്കാരും നമ്മൾ ചിന്തിച്ച് കഴിഞ്ഞാൽ അവർ ഈ പോയിന്റിലൊന്നും നിൽക്കേണ്ട ആൾക്കാരില്ല, അവർ വളരെ ഹൈ ആയിട്ട് പോകുന്നു. പക്ഷേ അവർക്ക് എത്ര ശ്രമിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഉയരങ്ങളിൽ എത്താൻ പറ്റാത്ത ഒരവസ്ഥ വരുന്ന ആൾക്കാരുടെ വീടിൻ്റെ തെക്ക് ഭാഗം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും അവിടെ ഒരു സെപ്റ്റിക് ടാങ്കോ അല്ലെങ്കിൽ അവിടെ ഒരു ടോയ്ലറ്റോ ഉണ്ടായിരിക്കും.
അത് ഏറ്റവും വലിയൊരു ദോഷകരമായിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് അങ്ങനെയുള്ള ഭാഗങ്ങളൊന്നും തെക്ക് ഭാഗത്തൊന്നും അധികം അങ്ങനെ ഇന്ത്യൻ വാസ്തു അനുസരിച്ചായിരുന്നാലും ഫെങ്ഷു എഴുതാൻ തെക്ക് ഭാഗത്ത് ടോയ്ലറ്റോ സെപ്റ്റിക് ടാങ്കോ പാടില്ല. അതൊന്ന് ശ്രദ്ധിക്കണം. രണ്ടാമത് തെക്ക് പടിഞ്ഞാറ് ഭാഗം. നമുക്ക് വീടിൻ്റെ പുറത്ത് തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഒരു മുള വേണമെങ്കിൽ വയ്ക്കാം. അല്ലെങ്കിൽ നല്ല ഉരുണ്ട പാറ കഷ്ണങ്ങളുണ്ട്, നല്ല കല്ലുകളൊക്കെ അവിടെ വച്ച് കഴിഞ്ഞാൽ അവിടുത്തെ ധാതു എന്ന് വെച്ചാൽ ഭൂമിയാണ്. ആ ഒരു എനർജിയെ ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് ആ ഭാഗത്ത് ഈ പാറ കഷ്ണങ്ങളൊക്കെ അടുക്കി വെച്ച് നല്ലൊരു രീതിയിൽ സെറ്റ് ചെയ്ത് നമുക്ക് എടുക്കാൻ പറ്റും. അവിടെ നല്ലൊരു പോസിറ്റീവ് എനർജി അപ്പോൾ നമുക്ക് അവിടെ കിട്ടും. പല വീടുകളിലും നമ്മുടെ സൺഷെയ്ഡിൽ നിന്നൊക്കെ വരുന്ന പൈപ്പ് ഉണ്ടല്ലോ, വാട്ടർ പൈപ്പ്, അതുകൊണ്ടൊന്ന് കണക്ട് ചെയ്ത് വിടുന്നത് ആ ഭാഗത്തോട്ടാണ്. അതൊക്കെ ഒന്ന് അവോയ്ഡ് ചെയ്യുക. ജലസാന്നിധ്യം ആ ഭാഗത്ത് പാടില്ല എന്ന് പറയാറുണ്ട്. ആ ഭാഗത്തു നിന്നും മാറ്റി അപ്പുറത്തും ഇപ്പുറത്തോട്ടും മാറ്റി പൈപ്പൊക്കെ ഫിറ്റ് ചെയ്യുന്നത് ഏറ്റവും നല്ല. വടക്ക് ഭാഗത്താണെങ്കിൽ ഏറ്റവും നല്ലതാണ്. ഈ സെപ്റ്റിക് ടാങ്കൊക്കെ വരാൻ വടക്ക് ഭാഗത്താണ് ഏറ്റവും നല്ലത് വരുന്നത്. അപ്പോൾ പടിഞ്ഞാറ് ഭാഗത്തും ഇതേപോലെ നമ്മൾ വളരെ ശ്രദ്ധിക്കണം. പടിഞ്ഞാറ് ഭാഗത്താണെങ്കിൽ നമുക്ക് ഇന്ത്യൻ വാസ്തു അനുസരിച്ച് പോലും വീടിൻ്റെ പടിഞ്ഞാറ് ഭാഗം സ്പേസ് കുറച്ചേ പാടുള്ളൂ എന്നുണ്ട്. അധികം സൺലൈറ്റ്, സൂര്യപ്രകാശം, അസ്തമയ സൂര്യൻ്റെ പ്രകാശം അധികം വീട്ടിലോട്ട് കടന്നു വരാത്ത രീതിയിലും സെറ്റ് ചെയ്ത് വയ്ക്കണം. അപ്പോൾ അവിടെ നമ്മൾ ചെയ്യേണ്ടത് വലിയ വലിയ മരങ്ങൾ നട്ടുപിടിപ്പിക്കാം. നല്ല വലിയ വലിയ മരങ്ങൾ നട്ടുപിടിപ്പിച്ച് കഴിഞ്ഞാൽ ഈ ഒരു 2 എഫക്റ്റാണ്. ഒന്ന്, സൂര്യൻ്റെ പ്രകാശം വീട്ടിലോട്ട് തട്ടാതിരിക്കുവാനും, 2 ഒരു ബാക്ക് സപ്പോർട്ട്, നല്ല രീതിയിലുള്ള സപ്പോർട്ട് കിട്ടുവാനും. പടിഞ്ഞാറ് ഭാഗത്ത് വലിയ വലിയ മരങ്ങൾ, ഒരു പക്ഷേ വീടിൻ്റെ ഡയറക്ഷൻ പടിഞ്ഞാറോട്ടാണെങ്കിലും ആ ഒരു ഈ നമ്മുടെ മുറ്റം ഉണ്ടല്ലോ, ആ ഒരു സ്പേസ് കഴിഞ്ഞിട്ട് വലിയ മരങ്ങളൊക്കെ നമുക്ക് നട്ടുപിടിപ്പിക്കുമ്പോൾ ഇങ്ങനെയാണ് ആ അസ്തമയ സൂര്യൻ്റെ പ്രകാശം വീട്ടിലോട്ട് വരാതെ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. കിണറിനുള്ളിൽ സൂര്യപ്രകാശം അടിക്കണമെന്ന് പറയുന്നത് കിണറിനുള്ളിൽ അടിച്ചു കഴിഞ്ഞാൽ നല്ലതാണ്, അടിക്കണമെന്ന് പറയാറുണ്ട്. അത് നല്ല ഉച്ച സമയത്ത് സാറിന് ഈശാന കോണിൽ കിണറുണ്ടാക്കുമ്പോൾ അതിൽ മരത്തിൻ്റെ ഈ നിഴൽ വീഴാത്ത രീതിയിൽ, കാരണം അതിനകത്ത് ഈ ഇലകളൊക്കെ ഉള്ളിൽ വീണ് അത് അഴുകി പോകുന്നു. അതുകൊണ്ടൊക്കെയാണ് മെയിനായിട്ട് സൂര്യപ്രകാശം ഇതിനകത്ത് കിട്ടിക്കഴിഞ്ഞാൽ ഏറ്റവും നല്ല ഒരു എഫക്റ്റ് അതിനകത്തുണ്ടാവും. അതുപോലെ നേരത്തെ ഞാൻ പറഞ്ഞു വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് പല വീടുകളിലും കിണർ വെച്ചിട്ടുള്ളതായിട്ട് കണ്ടിട്ടുണ്ട്. വടക്ക് പടിഞ്ഞാറ് കിണർ വരാൻ പാടില്ലാത്ത സ്ഥലമാണ്. അത് വേറെ സ്ഥലമല്ല. തെക്ക് പടിഞ്ഞാറും കിണർ വരാൻ പാടില്ലാത്ത സ്ഥലമാണ്. പക്ഷേ തെക്ക് പടിഞ്ഞാറ് കിണർ വന്നിട്ടുള്ള പഴയ വാസ്തു പ്രകാരം അവിടെ കിണർ വന്നിട്ടുള്ള വീടുകളൊക്കെ ഞാൻ കറക്റ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കാരണം അങ്ങനെയുള്ള ഭാഗത്തൊക്കെ കിണറൊക്കെ വന്നു കഴിഞ്ഞാൽ വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടൊക്കെ അവിടെ നോക്കണം. ഈ അശുദ്ധിയായിരിക്കുന്ന സമയത്തൊന്നും അവിടെ നിന്ന് വെള്ളം കോരാൻ പാടില്ല. അങ്ങനെയൊക്കെ കുറേ കണക്കുകളുണ്ട്. അതുപോലെ ഞാൻ വടക്ക് പടിഞ്ഞാറ് കിണർ വരുമ്പോൾ അവിടുത്തെ ഈ കുട്ടികൾക്കാണ് മീൻസ് കുട്ടികൾ ഉണ്ടാവാതിരിക്കുക, ഈ പുതിയ വിവാഹം കഴിഞ്ഞ് പോകുന്നവർക്ക് കുട്ടികൾ നഷ്ടപ്പെട്ടു പോവുക, ബാലാരിഷ്ടത കുട്ടികൾക്ക് കൂടുതലായിട്ടുണ്ടാവുക, ഇങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ വിവാഹം നടക്കാതിരിക്കുകയൊക്കെ വരുന്നത്, ഒട്ടുമുക്കാലും പിന്നെ ഗ്രഹനാഥന് തൊഴിൽപരമായിട്ടുള്ള തടസ്സം വരിക, ഇങ്ങനെയൊക്കെ ഉള്ളത് ഒരു വീടിൻ്റെ വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് ടാങ്കോ അല്ലെങ്കിൽ കിണറോ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ സംഭവിക്കും. എന്നാൽ സെപ്റ്റിക് ടാങ്കിനുള്ള സ്ഥാനം നമുക്ക് അവിടെയുണ്ട്. അതെന്ന് പറയുമ്പോൾ ആ വടക്ക് പടിഞ്ഞാറ് കോർണറിൽ നിന്ന് ഒരു ചരട് പിടിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ റൈറ്റ് സൈഡ്, അതായത് വടക്ക് ഭാഗത്തോട്ടാക്കിയിട്ട് വേണമെങ്കിൽ നമുക്ക് സെപ്റ്റിക് ടാങ്ക് ആവാം. കിണറിൻ്റെ സ്ഥാനം ഓപ്പോസിറ്റാണ്. സെപ്റ്റിക് ടാങ്കിന് അവിടെ നമുക്ക് സ്ഥാനം കൊടുക്കുന്നതിന് തെറ്റില്ല. അവർ വീട്ടിൻ്റെ ആ ഭാഗത്ത് സെപ്റ്റിക് ടാങ്കിൻ്റെ സ്ഥാനം കൊടുക്കാം. അല്ലെങ്കിൽ വടക്ക് ഭാഗത്താണെങ്കിലും സാറിന് വടക്ക് സ്പേസ് കൂടുതലായിട്ടുണ്ടാവും. ആ ഭാഗത്ത് വേണമെങ്കിലും നമുക്ക് സെപ്റ്റിക് ടാങ്കിൻ്റെ സ്ഥാനം നമുക്ക് കൊടുക്കാം. അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക, ഒരു വീട് അല്ലെങ്കിൽ നമ്മളൊരു ബെഡ്റൂം സെറ്റ് ചെയ്യുമ്പോൾ പോലും അതിനകത്ത് അറ്റാച്ച്ഡ് ടോയ്ലറ്റ് ഉണ്ടെങ്കിൽ അത് ബെഡ്റൂമിൻ്റെ വടക്കേ പാടുള്ളൂ എന്ന് പറയാറുണ്ട്. അതേപോലെ തന്നെ ഒരു വീട് സെറ്റ് ചെയ്യുമ്പോഴും സെപ്റ്റിക് ടാങ്ക് അല്ലെങ്കിൽ നമ്മൾ പുറത്തുള്ള ടോയ്ലറ്റ് ഇതൊക്കെ വീടിൻ്റെ വടക്ക് ഭാഗത്താണ് ഏറ്റവും നല്ലത്. അതേപോലെ തന്നെ കിണർ വരുമ്പോഴും ശരിക്കും അതിൻ്റെ സ്ഥാനം മീനൻ രാശി, അതായത് നമ്മുടെ വടക്ക് കിഴക്ക് ഭാഗത്ത് 2 ഭാഗത്തും കിണറുള്ള സ്ഥാനമുണ്ട്. വേണമെങ്കിൽ കിഴക്കും ആ കിണറിനുള്ള സ്ഥാനം ആവാം. അപ്പം ഇത്രയും കാര്യങ്ങൾ നമ്മൾ വളരെ ശ്രദ്ധിച്ച് നമ്മൾ കൈകാര്യം ചെയ്തു. ഒന്നുകൂടെ ഞാൻ പറയാം, ഫ്രണ്ടിൽ കിഴക്ക് ഭാഗത്ത് പച്ചക്കറി കൃഷിയൊക്കെ ഇഷ്ടംപോലെ ചെയ്യാം. വലിയ വലിയ മരങ്ങൾ നട്ടുപിടിപ്പിക്കരുത്. തെക്ക് കിഴക്ക് ഭാഗത്ത് മുള നട്ടുപിടിപ്പിക്കാം. അതേപോലെ തന്നെ തെക്ക് പടിഞ്ഞാറ് മുള നട്ടുപിടിപ്പിക്കാം. പടിഞ്ഞാറ് ഭാഗത്ത് വലിയ വലിയ മരങ്ങൾ നട്ടുപിടിപ്പിക്കാം. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാം. കൂടുതലായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും അറിയുവാനോ സംശയങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്നെ വിളിച്ച് പറയും. നിങ്ങളുടെ വീട്ടിൽ താമസിക്കുന്ന എല്ലാവരുടെയും ഡേറ്റ് ഓഫ് ബർത്തും വീടിൻ്റെ ദർശനം എങ്ങോട്ടാണെന്ന് നോക്കിയിട്ട് വിളിക്കുക. ഞാൻ നിങ്ങളെ വീട് വന്ന് നോക്കി കറക്റ്റ് ചെയ്തു തരാം. നമസ്കാരം.